അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ വ്യത്യസ്തങ്ങളായ സെമിനാറുകളും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ആഗമനവും തുടർന്നുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നടക്കാനിരിക്കുന്ന വേദിയാണ്. 4:30 നമ്മൾ സെമിനാർ ആരംഭിക്കണം എന്നതുകൊണ്ട് കൃത്യമായി ആരംഭിക്കുകയാണ്. ഈ സെമിനാറിൽ സംബന്ധിക്കുന്ന, അധ്യക്ഷത വഹിക്കുന്ന, മുഖ്യപ്രഭാഷണം നടത്തുന്ന, തുടർന്ന് നിയമപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ ബഹുമാനരെയും ഈ സെമിനാറിൻ്റെ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടനം ചെയ്ത കൊണ്ട് ചില വാക്കുകളിലേക്ക് മാത്രം ഞാൻ ഒതുക്കാം. നമ്മൾ എല്ലാ മഹല്ലുകൾക്കും നിയമാവലിയും ഭരണഘടനയും ഉണ്ട്, അല്ലെങ്കിൽ വാക്കാൽ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉപരിയായി ഏറ്റവും വലിയ ഭരണഘടനയാണ് നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന. ഒരു ഭരണഘടന അധിഷ്ഠിതമായി ജീവിക്കാൻ അവകാശപ്പെട്ടുകൊണ്ട് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ആ ഭരണഘടന ഒരു നിർമ്മിതിയിലേക്ക് എത്തിച്ചേർന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആരും മറക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നാം ഭരണഘടനയെയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ശില്പികളെയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർക്കുന്നത് വളരെ അത്യന്താപേക്ഷിതവുമാണ്. കാരണം ഈ രാജ്യം വിഘടിതമായി നിന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. ഈ രാജ്യത്ത് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ യാതൊരു വേർതിരിവില്ലാതെ വ്യത്യസ്ത രീതികളിൽ ജീവിക്കുന്ന രാജ്യത്ത് അധിനിവേശ വിഭാഗങ്ങൾ വന്ന് രാജ്യത്തെ പിടിമുറക്കുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് വേദനകൾ അനുഭവിച്ച മണ്ണാണ് നമ്മുടേത്. ഈ വേദനയിൽ നിന്നും സമാഹരിച്ച ഊർജമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ, ഒരു രൂപത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസമില്ലാതെ ജീവൻ കൊടുത്ത് പോരാടിക്കൊണ്ട് നേടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഒരു ഭൂരിപക്ഷ അഭിപ്രായം എന്നൊരു വാക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അംബേദ്കർ പോലുള്ള ആൾക്കാർ ഭരണഘടന നിർവഹിക്കുമ്പോൾ അതിനകത്ത് ഒരു ഭൂരിപക്ഷം എന്ന ഒരു സംവിധാനത്തിൻ്റെ വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. പരസ്പര സാഹോദര്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ പൂരകമായി നിൽക്കുമ്പോൾ എണ്ണത്തിൽ കുറവുള്ളവനും എണ്ണത്തിൽ കൂടുതലുള്ളവനും ഒക്കെ തന്നെ യാതൊരു വ്യത്യാസമില്ലാതെ പോകണം എന്നതുകൊണ്ടാണ് ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന രൂപത്തിൽ കൊടുന്നുകൊണ്ട് ആ ജനാധിപത്യത്തിൽ പോലും ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു അംശമോ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഭീകരതയോ ഭൂരിപക്ഷത്തിൻ്റെ എന്തെങ്കിലും ഉപാധികളോ പാടില്ല എന്നതുകൊണ്ടാണ് ഒരു ഭൂരിപക്ഷം എന്നത് അവിടെ പാടില്ല എന്ന് പ്രത്യേകം ചർച്ച ചെയ്തത്. നമുക്കറിയാം അക്കാര്യത്തിൻ്റെ ഭീകരത ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ആ ഭീകരത 75 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വ്യക്തിയാണ് ഡോക്ടർ B.R. അംബേദ്കർ. അദ്ദേഹം പറഞ്ഞത് ഇത് അപകടത്തിലേക്ക് പോകും,
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ദ ഭാരത് എന്നൊക്കെ തന്നെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും കാലങ്ങളുടെ ചക്രം ഉരുളുമ്പോൾ അതിന് വ്യതിയാനങ്ങളും തേയ്മാനങ്ങളും സംഭവിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളൊന്നും ഒരുക്കുമുഷ്ടികളല്ലാതെ നീങ്ങുകയും ഏതെങ്കിലും ഭൂരിപക്ഷ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്താവുന്ന സാഹചര്യം വന്നേക്കാമെന്ന് അംബേദ്കർ പറയുകയുണ്ടായിരുന്നു. അതുകൊണ്ട് അംബേദ്കർ ഉന്നയിച്ച ഒരു വിഷയം എന്താ പറയുക? അംബേദ്കർ ഉന്നയിച്ചത് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് സവർണ ജാതിയിൽപ്പെട്ട സവർണ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് സീറ്റാണ്ട് നീക്കി വെക്കാം, എന്നാൽ പിന്നെ ആപത്തില്ലല്ലോ. ബാക്കി സീറ്റൊക്കെ ഇപ്പോൾ പാർലമെൻറ്റിൽ കുറച്ച് സീറ്റ് ഉന്നത കുലജാതർക്ക് വേണ്ടി നീക്കി വെക്കുകയും ബാക്കി സീറ്റൊക്കെ തന്നെ എല്ലാവർക്കും വിഭജിക്കപ്പെടുന്ന രൂപത്തിൽ എല്ലാവരും വരാവുന്ന ഒരു സാഹചര്യവും ഒരു ഭൂരിപക്ഷത്തിനും കൈയടക്കാത്ത ഒരു സാഹചര്യം ഒഴിവാക്കാനും വേണമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ ഭീകരത ഇത്ര കണ്ട് കാണുമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ എന്നറിയില്ല, ആ നിർദ്ദേശം തള്ളിക്കളയണ്ടായത്. ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് ഇന്ത്യയിൽ ജനാധിപത്യം സംഭവിച്ചു. ആ ജനാധിപത്യത്തിൻ്റെ സുഖകരമായ യാത്ര അസുഖകരമായ യാത്രയിലേക്ക് മെല്ലെ മെല്ലെ പതിയെ എത്തി നിൽക്കുകയും ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ജനാധിപത്യം പിടിക്കപ്പെട്ടു എന്ന രൂപത്തിലേക്ക് പോവാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് ഈ സെമിനാറിൽ ഭാഗമാക്കാൻ പോകുന്ന വഖഫ് ആക്ടിൻ്റെ ഭേദഗതിയും അതുപോലെ തന്നെ ചട്ടങ്ങളായി വന്നു കഴിഞ്ഞ പൗരത്വ ഭേദഗതി ബില്ലുകളും വരാനിരിക്കുന്ന എല്ലാ ബില്ലുകളും ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം നോക്കി ആ എണ്ണത്തിലുള്ള ഭൂരിപക്ഷം ഏതാണെന്ന് നോക്കുകയും ചെയ്യുന്നതാണ്. ഭൂരിപക്ഷത്തിന് എണ്ണമുണ്ട്, എണ്ണത്തിലുള്ള ഭൂരിപക്ഷമുണ്ട്. മനസ്സിലായല്ലോ? പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഒരു ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിൽ വരുന്നൊരു ഭൂരിപക്ഷ മത സമുദായ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാനും ആവശ്യപ്പെടാനുള്ളത്, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന, അതിനുവേണ്ടി വില കൊടുത്ത, ഇവിടെ നിവസിക്കുന്ന നമ്മൾക്കൊക്കെ തന്നെ എല്ലാ തരത്തിലും തുല്യ അവകാശമുള്ളതാണ്. തുല്യ അവകാശം എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കുള്ള അവകാശങ്ങളെ മാറ്റി എടുക്കുന്നു, തന്ന അവകാശങ്ങൾ എടുത്തു കളയുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യത എന്ന വാക്കിന് ഭംഗം വരികയാണ്. തുല്യത നഷ്ടപ്പെടുകയും ഈ രാജ്യത്തുള്ള അവകാശങ്ങളെ മെല്ലെ മെല്ലെ അവകാശങ്ങളല്ലാതെ മാറ്റിയെടുക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാ സമുദായങ്ങളെയും എല്ലാ ജാതികളെയും പൊതുസമൂഹത്തെ മൊത്തം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നേറുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. പൊതുസമൂഹം നിങ്ങൾക്കറിയാം, എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിലെ മനുഷ്യസ്നേഹികൾ, അവരെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യസ്നേഹികൾ എല്ലാവരും മുന്നിട്ടിട്ട് ഇറങ്ങുന്നുണ്ട്. അവരെല്ലാവരും മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു സമരപന്താവിൽ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മുന്നേറ്റങ്ങൾക്ക് നടുവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതിനിടയിൽ നമ്മളൊക്കെ ഭരിക്കുന്ന മഹല്ലുകളുണ്ട്. ഈ മഹല്ലുകളും ഒരു കൊച്ചു രാജ്യഭരണം പോലെ ഉള്ള പ്രദേശങ്ങളാണ്. പണ്ട് കാലത്ത് നാട്ടുരാജാക്കന്മാരും കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ ഭരിച്ചിരുന്നു. ആ നാട്ടുരാജാവിൻ്റെ മേന്മ ആ പ്രദേശത്തിൻ്റെ മേന്മയായിരുന്നു. അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു, അവിടെ നിയമങ്ങളുണ്ടായിരുന്നു, അവിടെ നല്ല ജീവിത രീതികൾ മനുഷ്യരുണ്ടായിരുന്നു. അതേപോലെ കൊച്ചു കൊച്ചു പ്രദേശങ്ങളാണ് ഒരു മഹല്ല് എന്ന് നിങ്ങൾക്ക് അറിയാം. ആ മഹല്ല് എന്ന സങ്കല്പമല്ല, മഹല്ല് എന്ന ഭരണ യാഥാർത്ഥ്യത്തെയാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഒരു പ്രദേശത്തെ മഹല്ലിൻ്റെ ഭരണം
ആരൊക്കെ നോക്കി കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹല്ലിൻ്റെ ഭരണം ആ മഹല്ലിലെ അംഗങ്ങളോ മുസ്ലിം സമുദായങ്ങളോ മാത്രമല്ല വീക്ഷിക്കുന്നത്. ആ മഹല്ലിലെ ഭരണത്തെ ഖലീഫയുടെ ഭരണം പോലെ ഖലീഫയുടെ ശിഷ്യന്മാർ സത്യവും നീതിയും ധർമ്മവും സുതാര്യതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഒരു ഓഡിറ്റിംഗ് സമൂഹം നടത്തുന്നുണ്ട്, ഒരു ക്രോസ് ചെക്കിംഗ് നടത്തുന്നുണ്ട്. അത് ഇതര വിഭാഗങ്ങൾ എല്ലാവരും തന്നെ വളരെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ സത്യസന്ധമായി മുന്നേറുന്ന ഒരു വ്യക്തിയുടെ നന്മ ആ സമൂഹത്തിൻ്റെ വെളിച്ചമാണ്. ആ സമൂഹത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ ചെയ്യാനുള്ള നേതൃത്വമാണ് ഒരു മഹല്ലിലെ സത്യസന്ധമായ സാരഥ്യം. അതുകൊണ്ട് തന്നെ മഹല്ല് ഭരണം എന്നത് തർക്കത്തിലേക്ക് കൊണ്ടുപോകാതെ തർക്കരഹിതമായ രൂപത്തിൽ കൊണ്ടുപോകാനും മഹല്ലിൽ എല്ലാ വിഷയങ്ങളും വളരെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമുക്കറിയാം, മഹല്ല് നിയന്ത്രിക്കുന്നത് ഖുർആനിക വ്യവസ്ഥ പ്രകാരം മാത്രമല്ല, മറിച്ച് അതിനകത്തൊരു കേന്ദ്ര നിയമമുണ്ട്. ആ കേന്ദ്ര നിയമത്തിൽ ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് വഖഫ് ബോർഡും അതുപോലെ തന്നെ മഹല്ല് ഭരണസമിതികളും. ഇനിയിപ്പോൾ ആക്ട് വന്ന വല്ല ഭേദഗതി വന്നാൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അയച്ചു കൊടുത്തിരിക്കുകയാണ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൂടുമ്പോൾ അതിനെ സംബന്ധിച്ച് വാക്ക് തർക്കങ്ങളും പരസ്പരം കുടിക്കുന്ന ചായ കുടിക്കുന്ന ഗ്ലാസുകളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് രക്തരഹിതമായി നടക്കേണ്ട ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി രക്തരൂക്ഷിതമായി നടക്കുകയും അതിനൊടുവിൽ കിട്ടിയതൊക്കെ തന്നെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുകയാണ്. പാർലമെന്റിലേക്ക് അയക്കുന്ന സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തിൻ്റെ ഭൂരിപക്ഷവും ആ ഭൂരിപക്ഷത്തിലെ ഭൂരിപക്ഷവും കൂടി ചേർന്നുള്ള ചിന്താഗതികൾ ഒരുപക്ഷെ ഒരു നിയമമായി വന്നാൽ ആ നിയമം പാലിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാവും. അതൊരു പക്ഷെ മഹല്ലിൻ്റെ നേരിട്ടിട്ടുള്ള സംവിധാനത്തിനെ ബാധിക്കുന്നതല്ല. കാരണം മഹല്ലിൻ്റെ ഭരണസമിതിയിലേക്ക് ഒരു 2 അമുസ്ലിമിനെ പറഞ്ഞേക്കാനൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാം. അതും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമരത്തിന് നിങ്ങളും കൂടി കൂട്ടായിരുന്നു. ഇപ്പോൾ ഇത് മഹല്ലിനെ ബാധിക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. കാരണം ഈ മഹല്ല് കമ്മിറ്റിയിൽ എന്തായാലും 2 അമുസ്ലിങ്ങൾ നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ മഹല്ലുകളെ നിയന്ത്രിക്കുന്ന ഉന്നത ഒരു അധികാര കേന്ദ്രമായ ഒരു നീതി നിർവഹണ കേന്ദ്രമായ വഖഫ് ബോർഡിലേക്ക് നിർബന്ധമായും 2 അമുസ്ലിങ്ങളെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പുതിയ ആക്ടിൽ. അതുപോലെ തന്നെ മുസ്ലിം ആവണമെന്ന് നിർബന്ധമില്ല ചെയർമാൻ മുതലുള്ള എല്ലാ തസ്തികകളും. ഒരുപക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വഖഫ് ബോർഡിനെ തകരാറിലാക്കുന്ന രൂപത്തിലുള്ള ഒരു നോമിനേഷൻ സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ചിത്രം വളരെ വിചിത്രമാകാൻ പോവുകയാണ്. അതാണ് ഇതിൻ്റെ അപകടം. നമുക്കറിയാം, വസ്തു സംരക്ഷിക്കുന്ന കാര്യത്തിൽ പല മഹല്ലുകളും വളരെ നേരത്തെ തന്നെ നമ്മൾ പറയുന്നതാണ്. വളരെ നേരത്തെ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ റഹീം സാഹിബൊക്കെ തന്നെ ഉള്ള സമയത്ത് ഒക്കെ തന്നെ ആ എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങളോട് പറയുന്നുണ്ട്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന മഹല്ലിലെ വസ്തുവിനെ സംബന്ധിച്ച് ഒരു രേഖ നിർവഹിക്കണമെന്ന് എന്നും പറയാറുണ്ട്. അവിടെ ഒരു നികുതി അടക്കമില്ല, ഒരു അളവുമില്ല, സ്കെച്ചുമില്ല, ആധാരമില്ല, അടിയാധാരമില്ല, വഖഫാധാരം കണ്ടെത്തില്ല, ഒരു കണക്കുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴൊക്കെ നമ്മൾ എന്താ ഒരു മതപരമായ ധർമ്മങ്ങളും കൃത്യങ്ങളും നിർവഹിക്കപ്പെടുന്നോ? ആ നിർവഹിക്കപ്പെടുന്ന പള്ളിയോ മദ്രസയോ
ഒരിക്കലും പൊളിച്ചു കളയാനോ നീക്കം ചെയ്യാനോ ചോദ്യം ചെയ്യപ്പെടുവാനോ അതിൻ്റെ രേഖകളെ സംബന്ധിച്ചൊരു പുനഃപരിശോധനക്കോ ഒരു സർക്കാരും മുതിരില്ല എന്നതായിരുന്നു നമ്മളൊക്കെ ചിന്താഗതി. പക്ഷേ പുതിയ നിയമം വരുന്നതോടുകൂടി കൃത്യമായി വഖഫാധാരമില്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ച് വലിയൊരു പുനഃപരിശോധന നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ഈ മലബാർ രജിസ്ട്രേഷൻ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു MLR ആക്ട് ഉണ്ട്. ഈ മലബാർ രജിസ്ട്രേഷൻ റൂളിൽ പറയുന്നത് എന്താ? നമ്മൾ കുറേ കാലങ്ങളായി കൈവശം വെക്കുന്ന ഭൂമി മദ്രസയോ മറ്റനുബന്ധ സ്ഥാപനങ്ങളോ പള്ളിയോ ഇരിക്കുന്ന ഭൂമിക്ക് രേഖയില്ല, പഴയ കാലത്തെ വാക്കാൽ വഖഫാണെങ്കിൽ അതൊരു MLR ആക്ട് പ്രകാരം കലക്ടറേറ്റിൽ RDOന് മുമ്പാകെ നമ്മളതിന് അളവും കാര്യങ്ങളും തിട്ടപ്പെടുത്തി അപേക്ഷിക്കുകയായിരുന്നെങ്കിൽ അവരൊരു നടപടി ഇറക്കും. ആ നടപടി ആധാരത്തിന് തുല്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസരം വന്നാൽ ആ ഉത്തരവ് കാണിച്ചാൽ മതി. ആരെങ്കിലും ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനൊരു വ്യാകുലതയോ ഒരു ഭാവിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തെ സംബന്ധിച്ച് ആരും ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ടുകൊണ്ട് കേരളത്തിലെ വലിയ ഭൂരിപക്ഷം വരുന്ന പള്ളികൾ സ്ഥിതി ചെയ്യുന്നതടക്കമുള്ള ഭൂമികൾ, വസ്തുക്കൾ എന്താണ്, രേഖയില്ലാതെ വാക്കാലായി കൊടുത്താണ്. നമുക്കറിയാം, പഴയ കാലത്ത് വാക്കാൽ വഖഫ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് വഖഫ് ആധാരങ്ങൾക്ക് പോലും പ്രസക്തി ഉണ്ടായിരുന്നില്ല, ഭൂമിക്കും പ്രസക്തി ഉണ്ടായിരുന്നില്ല. ആ സ്ഥിതിക്ക് വെറും വാക്കുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നൊരു കാലഘട്ടങ്ങളിൽ, ഈ പ്രമാണങ്ങൾക്ക് പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടങ്ങളിൽ വാക്കാൽ നിർവഹിക്കപ്പെട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ വാക്കിനൊക്കെ എന്ത് സംഭവിച്ചു? ഈ വാക്ക് ചങ്ങലകളായി ഇങ്ങനെ പോകണം, വാക്കുകൾ ചങ്ങലകളായി പോകണം. പക്ഷെ ആ ചങ്ങല പൊട്ടുന്നതോടുകൂടി വാക്കും പൊട്ടിപ്പോവാണ്. ആ വാക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അങ്ങനെ വാക്കാൽ വരുന്ന ഭൂമികളെ സംബന്ധിച്ചൊന്നും തന്നെ രേഖകളില്ലാത്തൊരവസ്ഥയിലേക്ക് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഭൂമികളൊക്കെ തന്നെ വീണ്ടും കലക്ടർ പരിശോധിച്ചുകൊണ്ട് വീണ്ടും ഒരു തീരുമാനം എടുക്കണം. എങ്ങനെയുണ്ട്? അതൊരു അപകടകരമായൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. രണ്ടാമത് പ്രചരിപ്പിക്കുന്ന വേറൊരു അവസ്ഥ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതും നിങ്ങളൊക്കെ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ, വഖഫ് ബോർഡ് എന്നൊരു ഭീകര ജീവിയാണെന്നും വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന വസ്തു മുഴുവൻ വഖഫ് ഭൂമിയായി മാറുമെന്നും, വഖഫ് ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ബിൽഡിങ്ങിനെ ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടി എന്ന് പറഞ്ഞാൽ വഖഫായി, റെയിൽവേ സ്റ്റേഷൻ ചൂണ്ടിയാൽ വഖഫായി, ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചൂണ്ടിയാൽ വഖഫായി എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു തെറ്റായ കൃത്യമായ ഒരു അജണ്ട നിർമ്മിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ സംവിധാനം ഇല്ല എന്ന് ആരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്ക് ആർക്കെങ്കിലും ഭൂമി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അധികാരം ഈ രാജ്യത്ത് ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങൾക്കും ഉണ്ടോ? എന്താ നമ്മളൊക്കെ വഖഫ് ബോർഡൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുശാസനങ്ങൾക്ക് അനുശാസിച്ചല്ലേ? കൃത്യമായ നിയമത്തിൽ പറഞ്ഞുകൊണ്ടുള്ള സ്ഥാപനം തന്നെയാണ് വഖഫ് ബോർഡും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളും. ദേവസ്വം ബോർഡിനായിക്കോട്ടെ, വഖഫ് ബോർഡിനായിക്കോട്ടെ, ചർച്ച് കൗൺസിലിനായിക്കോട്ടെ, ആർക്കും തന്നെ മറ്റുള്ളവൻ്റെ വസ്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇന്നതാണെന്ന് പറയാനുള്ള അധികാരമില്ലാത്ത സ്ഥിതിക്ക് ഇല്ലാത്ത കൃത്രിമമായ ഒരു മഴ പെയ്യിക്കുന്നത് പോലെ കൃത്രിമമായ കഥ പെയ്യിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രചരണ തന്ത്രം പോയി എന്നത് സങ്കടകരമായ അവസ്ഥയാണ്. വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്വത്ത് കൈകാളുന്ന ജീവിയാണെന്നും വഖഫ് ബോർഡ് കോടാനുകോടിന് വസ്തു ഉണ്ടെന്നും വഖഫ് ബോർഡിൻ്റെ സ്വത്തൊക്കെ തന്നെ പൊതുജനങ്ങൾക്കോ സർക്കാരിനോ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് വലിയ സമ്പാദ്യമാക്കി മാറ്റാം എന്നാണ് പറയുന്നത്. വഖഫിൻ്റെ കീഴിലുള്ള വസ്തുക്കളെ
മുഴുവൻ വിറ്റ് നമ്മളെ ഈ പത്മനാഭ ക്ഷേത്രത്തിലുള്ള സ്വർണം ഭണ്ഡാരത്തിലെ ഉരുക്കുകളും മുഴുവൻ വിറ്റാൽ ഈ കേരളത്തിൻ്റെ ഒരു 4-5 വർഷത്തിൻ്റെ ബഡ്ജറ്റ് ആവുമെന്ന് പറയുന്നത് പോലെ വഖഫിൻ്റെ സ്വത്ത് മുഴുവൻ വിൽക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഒരുപാട് പുരോഗമന പ്രവർത്തനം നടത്താനുള്ള സംഖ്യയോ മുതലോ ആയി വരുന്ന പറയുന്നത്. ഇതും ഒരു തെറ്റായ പ്രചരണമാണ്. വഖഫിന് ഒരു സ്വത്തുമില്ല. വഖഫിന് ആകെപ്പാടെ ഒരു 20 സെന്റ് ഭൂമിയിലുള്ള എറണാകുളത്തുള്ള ഒരു കെട്ടിടവും 7 സെന്റ് ഭൂമിയിലുള്ള ബ്രോഡ്വേയിലുള്ള കെട്ടിടവും ഇപ്പൊ 15 സെന്റ് ഭൂമിയിലുള്ള കോഴിക്കോട്ടെ പുതിയ കെട്ടിടം എന്നല്ല. വഖഫ് ബോർഡിന് യാതൊരു ഭൂമിയുമില്ല. വഖഫ് ബോർഡ് എല്ലാ ഭൂമികളെയും ഒരു രജിസ്റ്റർ സൂക്ഷിച്ചുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലത്തെ തർക്കങ്ങളും വന്നാൽ അതിൻ്റെ അഭിപ്രായപ്പെടുകയും ചെയ്യും. ഇപ്പം ഈ ഭൂമി വഖഫാണെങ്കിൽ ഇതെങ്ങനെ വഖഫ് ബോർഡിൻ്റെ വസ്തുവാവുക? അപ്പോൾ കണക്കെടുപ്പിൽ എങ്ങനെ വന്നില്ല വെച്ചെങ്കിൽ ഈ കേരളത്തിലുള്ള ഇന്ത്യയിലെ മുഴുവൻ പള്ളികളെയും മുഴുവൻ ഖബർസ്ഥാനിലെ സ്ഥലങ്ങളെയും മദ്രസകളും ഇതര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന വഖഫ് ചെയ്യുന്നുള്ള ഓരോ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളെ ഒരു ബോർഡിൽ 1+1+++ എന്ന് എഴുതിയിട്ട് കൂട്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു ജില്ലയിൽ എത്ര ഏക്കർ ഭൂമിയായി? 10,000 ഏക്കർ മലപ്പുറം ജില്ലയിലായി. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയോളം എല്ലാ ജില്ലകളും വരാൻ സാധ്യതയുണ്ട്. ഓരോ പ്രദേശത്തും ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ഒരു വ്യക്തി തൻ്റെ മുക്തിക്ക് വേണ്ടി അല്ലാഹു തആലയുടെ പേരിൽ നിർവഹിച്ച ഒരു ആധാരം അത് കൃത്യമായ ആ പ്രദേശത്തെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്തിട്ടുണ്ടാവുക. അല്ലാണ്ട് വെറുതെ കൊടുക്കല്ല. വഖഫ് ബോർഡിൻ്റെ പേരിലല്ല ആ ഭൂമി എഴുതി വെക്കുന്നത്. മറിച്ച് ആ പ്രദേശത്തെ ഒരു മതപരമായ നിർവഹണങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഭൂമി മുഴുവൻ തന്നെ വഖഫ് ബോർഡിൻ്റെ കണക്കിൽ എഴുതിക്കൊണ്ട് വഖഫ് ബോർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമിയുള്ള ജന്മിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയും ഒരു ശത്രുതാ നിലപാട് വഖഫ് ബോർഡിനെതിരെയും വഖഫ് ബോർഡിൻ്റെ ഒപ്പം നിൽക്കുന്ന മഹല്ലുകൾക്കെതിരെയും പടച്ചു വിടുന്ന രീതിക്കെതിരെ കൃത്യമായ നിലപാടെടുക്കണമെങ്കിൽ എന്താണ് വഖഫ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തന്നെ എല്ലാവരും കടക്കും. അപ്പോൾ ഞാൻ പറയുന്നത് പൊതുവായി കാര്യമാണ്. നമ്മൾ ഇങ്ങനെയാണ് ഭീകരതയുടെ പോക്ക്. വഖഫ് ഭീകരത എന്ന് പറയുന്ന ഒരു യാത്ര നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വഖഫ് ബോർഡിന് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ വയ്യ. കയ്യേറിയ ഭൂമിക്ക് നോട്ടീസ് അയക്കാൻ വയ്യ. ഒരു ഭൂമി കയ്യേറിയവർക്ക് നോട്ടീസ് അയക്കുമ്പോൾ അപ്പം തന്നെ ടിവിയിൽ എഴുതി കാണിക്കുന്ന അറിയോ? നോട്ടീസ് ഭീകരത. നേരത്തെ പറഞ്ഞ പോലെ വഖഫിൻ്റെ പേരിൽ വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വഖഫ് ഭീകരത. വഖഫിൻ്റെ ഭൂമി ഒരു പള്ളി കമ്മിറ്റി നമുക്ക് ഭൂമി കയ്യേറിയിട്ടുണ്ട് നോട്ടീസ് അയക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ച് നോട്ടീസ് അയച്ചാൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചാൽ അതിൻ്റെ പേര് നോട്ടീസ് ഭീകരത എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് അയക്കുന്നത് പോലും തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള വഖഫിൻ്റെ നിയമപരമായ നിർവഹണ സ്വഭാവത്തെ പിടിച്ച് ചങ്ങലക്കിട്ട് നിർത്തിക്കൊണ്ട് അതിൻ്റെ അസ്തിത്വം പോലും ചലനാത്മകമായ അസ്തിത്വത്തെ അത് നിശ്ചലമാക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന ഈ നാട്ടിൽ അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമ ഭേദഗതികളും എല്ലാം തന്നെ ഒരുപക്ഷെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി ആയേക്കാം. അതുകൊണ്ട് ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ടും മഹല്ലിൻ്റെ ഓരോ മഹല്ലുകളും വളരെ കൃത്യമായി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും ഒക്കെ തന്നെ നിലകൊള്ളണം. ഇവിടെ ഇപ്പോൾ ഞാൻ കയറുമ്പോൾ LKG മുതൽ +2 വരെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ട്. കുട്ടികൾ പഠിക്കണം, അറിവ് നേടുക എന്നത് ഇസ്ലാമിൻ്റെ മുഖ്യമായ തത്വത്തിൽ ഒന്ന് തന്നെയാണ്. എവിടെയും പോയി അറിവ് നേടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്ത് അറിവ് നേടുന്നതിന് പകരം സാധ്യമാകുന്ന പരിസരത്തുള്ള ഇടങ്ങളിൽ പോയി അറിവ് നേടാനുള്ള ഒരു
ചിന്താഗതി നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ സദസ്സ് ഈ സെമിനാർ